നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് ടു പ്രോബ്ലം സോൾവിംഗ് ആണ്. ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ പ്രോബ്ലത്തിൻ്റെ ഒരു പോസിബിൾ സൊല്യൂഷൻസ് പല രീതിയിൽ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഏത് കോമ്പിനേഷൻ വരുമ്പോഴാണ് ഏത് സൊല്യൂഷനാണ് ഇതിന് ഫിറ്റ് ആവുന്നതെന്ന് വെച്ച് കറക്റ്റ് വൺ വരുന്നത് നമ്മൾ നോക്കുകയാണ്. ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ 2x+4y = 5/2. അപ്പോൾ ഞാൻ എക്സിനും വൈക്കും പല പല വാല്യൂസ് സൊല്യൂഷൻസ് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഏതിലാണ് ഇത് മാച്ച് ആവുന്നത്, ആ കറക്റ്റ് സൊല്യൂഷൻ കിട്ടുന്നിടം വരെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കൊരു സൊല്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഇന്നെഫിഷ്യൻ്റ് ആണ്. കാരണം എന്താ, എക്സൗസ്റ്റീവായിട്ട് നമ്മളിങ്ങനെ സൊല്യൂഷൻസ് ഓരോന്നോരോന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പം എവറി പോസിബിൾ കോമ്പിനേഷൻസ് ട്രൈ ചെയ്തുകൊണ്ട് ഒരു കറക്റ്റ് റിസൾട്ടിലോട്ട് പോകുന്ന മെത്തേഡാണ് ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച്. സാധാരണയായിട്ട് ഈ അപ്രോച്ച് കോമൺലി യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്രോബ്ലം സിമ്പിൾ ആയിരിക്കുന്നു, അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ സൈസ് കുറവാണ്, അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം സിംപ്ലിസിറ്റിയാണ് ഈ പ്രോഗ്രാം. ഈ അൽഗോരിതം ആയിരിക്കും ആ പ്രോബ്ലത്തിനെ സംബന്ധിച്ച് ഒരു ബെറ്റർ അപ്രോച്ച്. ഇനി വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബ്രൂട്ട് ഫോഴ്സ് സൊല്യൂഷൻ നോക്കാം. ഒന്നാമത്തത് എക്സൗസ്റ്റീവ് സെർച്ച് ആണ്. കാരണം നമ്മൾ എന്താ, എവറി പോസിബിൾ കോമ്പിനേഷൻസ് ഇതിനകത്ത് സ്യൂട്ടഡ് ആവുന്നുണ്ടോ എന്ന് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് സിംപ്ലിസിറ്റിയാണ്. സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പ്രോബ്ലം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം, ഇംപ്ലിമെൻറ്റ് ചെയ്യാനും നമുക്ക് ഈസിയാണ്. ഇന്നെഫിഷ്യൻസിയാണ്. ഇന്നെഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം ട്രൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് സ്ലോയാണ് അല്ലേ, സൊല്യൂഷൻ എത്താൻ നമുക്ക് ഒത്തിരി സമയമെടുക്കും. ഇനി നമുക്ക് ഗ്യാരണ്ടീഡ് സൊല്യൂഷൻ എൻഷുർ ചെയ്യുന്നുണ്ട്. കാരണം സൊല്യൂഷൻ ഉണ്ട് എങ്കിൽ എപ്പോഴെങ്കിലും നമ്മൾ ഈ കോമ്പിനേഷൻസ് കറക്റ്റ് ആയിക്കൊണ്ട് നമുക്ക് സൊല്യൂഷനിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, ഇവൻച്വലി വി ക്യാൻ ഫൈൻഡ് ദ സൊല്യൂഷൻ. ഇനി വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച്? ഒന്നാമത്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഹൈ കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റിയാണ്. അപ്പോൾ ലാർജ് സൊല്യൂഷൻ സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ അത്രയും കോമ്പിനേഷൻസ് ട്രൈ ചെയ്തിട്ടുണ്ട്. സോ വി വിൽ നീഡ് അത്രയും റിസോഴ്സസ് നമുക്ക് ആവശ്യമുണ്ട്. ടൈം കോംപ്ലക്സിറ്റിയും പറയുകയാണെങ്കിൽ പ്രോബ്ലം സൈസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പലപ്പോഴും ഒത്തിരി എക്സിക്യൂഷൻ ടൈംസ് എടുക്കും ടു ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദാറ്റ് പ്രോബ്ലം. സ്കേലബിലിറ്റി ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്താ, നമുക്കൊരു വലിയ ഒരു ആ പ്രോബ്ലത്തിനെ വലുതാക്കിക്കൊണ്ട് അല്ലെ പുതിയ മൊഡ്യൂൾ ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ സൊല്യൂഷൻ ട്രൈ ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ ആ പ്രശ്നമുണ്ട്. സ്കേലബിലിറ്റി ഇഷ്യൂസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എക്സ്പൊണൻഷ്യലി ഗ്രോയിങ് സൊല്യൂഷൻ സ്പേസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ പ്രോബ്ലത്തിന് ഇംപ്രാക്ടിക്കൽ എന്ന് തന്നെ പറയാം. നമുക്ക് ഇത് ടൈം കൺസ്ട്രെയിൻറ്റ് കാരണം നമുക്ക് ഈ ഓരോ മെത്തേഡും അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഒരു പാഡ്ലോക്ക് കോമ്പിനേഷൻ ഉണ്ട്. നമുക്കൊരു പാഡ്ലോക്ക് ഉണ്ട്, 3 ഡയൽസ് ഉണ്ട്. അപ്പോൾ ആ ഡയലുകളിൽ ഏതോ പെർട്ടിക്കുലർ ഡിജിറ്റ് വരുമ്പോഴേ ഈ ലോക്ക് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ എന്താ ചെയ്യുക, 3 ഡിജിറ്റ് 000 മുതൽ 99 വരെയുള്ള ഓരോ കോമ്പിനേഷൻസും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക അൺലോക്ക് ചെയ്യുന്നിടം വരെ. ഓക്കെ, ദിസ് ഈസ് ആൻ എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ അതിനകത്ത് ആദ്യം 00 തുടങ്ങും, 001 ചെയ്യും, 002 വരും, അപ് ടു 99 വരുന്ന കോമ്പിനേഷൻസ് വരെ നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ലോക്ക് ഓപ്പൺ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പം ദിസ് ഈസ് ആൻ എക്സാമ്പിൾ.